നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇങ്ങനൊരു സാഹചര്യം ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവുമെന്ന് കരുതിയ ഞങ്ങൾ ജീവിച്ചത്. ഞാൻ മരണപ്പെട്ടതിന് ശേഷം നീ ഈ സത്യം അറിയേണ്ടതെന്ന് ഇടയ്ക്കെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. മോനെ, അച്ഛമ്മൾ ഉണർന്ന മോനെ. നിന്നോട് അവളെന്താ പറഞ്ഞേ? എല്ലാം അറിഞ്ഞിട്ടും സച്ചി അവളിൽ നിന്നെല്ലാം മറച്ചു വെച്ചല്ലേ അവൾക്ക് നല്ല വിഷമം കാണും. സന്ധ്യ ഡോക്ടർ ഇത്രയ്ക്ക് ഉറപ്പ് പറയുന്ന സ്ഥിതിക്ക് ട്രീറ്റ്മെന്റിന്റെ കാര്യം നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കണം. അനൂപേ, സച്ചിയേക്കാൾ കുറ്റക്കാർ ഞാനും കമലയ. ഞങ്ങൾക്ക് ഇതാദ്യം അറിയായിരുന്നത്. അത് മറച്ചുവെച്ച് അവളെ വിവാഹം കഴിപ്പിച്ചു. അപ്പോ ഈ പ്രശ്നത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഞങ്ങൾക്കാ. അതിന് പരിഹാരം കാണേണ്ടതും ഞങ്ങൾ തന്നെയാ. ഞാനും കമലയും അച്ഛമ്മോടൊന്ന് സംസാരിക്കട്ടെ. വാ. മോളെ, അച്ചുമോളെ, മോളെ അച്ചു, മോളെ, മോളെ അച്ചു, കഥക് തുറക്ക് മോളെ. അച്ചു, മോളെ, മോളെ കഥക് തുറക്ക് മോളെ. അച്ചു, 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 മോളെ, അച്ചു, മോളെ വാതിൽ തുറക്ക്. മോളെ, മോളെ, അച്ചു, അച്ചു കഥക് തുറക്ക്. അച്ചു, അനൂപേ, മോനെ, മോളെ, മോളെ, എന്താമ്മേ? മോനെ അനൂപേ, അവള് കഥക് തുറക്കുന്നില്ലടാ. അച്ചു മോളെ, മോളെ, അച്ചു മോളെ, ഈശ്വര. മോളെ, അച്ചു, കഥ തുറക്കും മോളെ. അച്ഛനും അമ്മയും ഏട്ടനൊന്നും ടെൻഷൻ ആവണ്ട. ഞാൻ ആത്മഹത്യ ചെയ്തിട്ടൊന്നുമില്ല. ജീവനോട് തന്നെ എല്ലാവരും എന്നെ കുഴിച്ചു മൂടിക്കഴിഞ്ഞു. ഇഞ്ചിഞ്ചായി മരിച്ച് ജീവിക്കാൻ എന്റെ വിധി. അതിന് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നുമില്ല. അങ്ങനെ ഞാൻ ആരെങ്കിലും കുറ്റപ്പെടുത്താൻ തുടങ്ങിയ അതിലാദ്യം വരുന്നത് എന്റെ അമ്മയും അച്ഛനുമാ. ഞാൻ കാരണം നിങ്ങൾ വിഷമിക്കുന്നത് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. മോളെ, നീ ഞങ്ങളെ എത്ര വേണമെങ്കിലും കുറ്റപ്പെടുത്തിക്കോ. കാരണം ഇങ്ങനൊരു സാഹചര്യം ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവുമെന്ന് കരുതിയ ഞങ്ങൾ ജീവിച്ചത്. ഞാൻ മരണപ്പെട്ടതിന് ശേഷം നീ ഈ സത്യം അറിയേണ്ടതെന്ന് ഇടയ്ക്കെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു.
എന്നൊരു വാക്കല്ലാതെ അച്ഛന് മോളോട് മറ്റൊരു വാക്കും പറയാനില്ല. ഞങ്ങൾ ആരും അറിഞ്ഞോണ്ട് മോളെ സച്ചിൻ ചതിച്ചിട്ടില്ല. എല്ലാം നിന്നോട് പറഞ്ഞെന്ന് കരുതിയിരുന്നപ്പോഴാ സച്ചിയുടെ ആലോചന വന്നതും വേഗം അതങ്ങ് നടത്തിയതും. പിന്നീട് ഒരു ദിവസം നിന്നോടത് പറയാൻ വന്നപ്പോഴാ സന്തോഷം കൊണ്ടുള്ള നിങ്ങളുടെ ജീവിതം കണ്ടപ്പോ അത് പറയാൻ പറ്റാതെ പോയി. അങ്ങനെ സാഹചര്യങ്ങൾ പലതായി മാറിയപ്പോ ഞങ്ങളത് മറന്നുപോയി മോളെ. സത്യം സച്ചി അറിഞ്ഞിട്ടും നിന്നെ കൈവിടാതെ അവൻ സ്നേഹിക്കുന്ന കണ്ടപ്പോ ഞങ്ങൾക്ക് തന്നെ തോന്നി നിന്റെ ജീവിതത്തിൽ ഒരു കുഴപ്പവും സംഭവിക്കില്ലാന്ന്. പക്ഷെ ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെയായി. അതിന് മുഴുവൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തോണ്ട് അമ്മ പറയുക, നിന്റെ നല്ലൊരു ജീവിതത്തെ കുറിച്ചല്ലാതെ മറ്റൊന്നും ഞങ്ങൾ ആലോചിച്ചില്ല. മക്കളുടെ ശാപം മാതാപിതാക്കൾ കേൾക്കില്ല. ഏറ്റാലും ഒരു നിമിഷം പോലും നീ ഞങ്ങളെ ശപിക്കരുത്. എനിക്കൊന്നും അറിയില്ലായിരുന്നു മോളെ. അറിയാമായിരുന്നെങ്കിലും ഞാൻ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം നിൽക്കുമായിരുന്നുള്ളൂ. കാരണം ഞങ്ങൾക്കൊക്കെ വലുത് നിന്റെ സന്തോഷം തന്നെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.